അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ കവിത എഴുതിയിട്ടുണ്ട്. സുബഹിസ്കരിച്ചിരിക്കുമ്പോൾ ആളുകൾ കവിത ഇല്ലേ നമ്മൾ വായിക്കുന്നുണ്ട്. അൻസാരികൾ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് എല്ലാ കുടുംബത്തിലും കവികൾ ഉണ്ടായിരുന്നു എന്നാണ്, എല്ലാവരും കവിത ചൊല്ലുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇസ്ലാമിൽ കവിത നിരുത്സാഹപ്പെടുത്തപ്പെട്ട വിഷയമോ അല്ലെങ്കിൽ കവികൾ പ്രശംസനീയർ അല്ലാത്തൊരു വിഷയമോ ഇല്ല എന്നുള്ളതാണ്. ഇത് ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയം ഒന്ന് വേറെയാണ്, അത് വേറെ. ഈ ഖലീഫ അൽ മഅ്മൂൻ, അബ്ബാസി ഖലീഫ മഅ്മൂൻ, 7ാമത്തെ അബ്ബാസി ഖലീഫ, അദ്ദേഹം ഒരിക്കൽ ഒരു സംഭാഷണം നടത്തുന്നുണ്ട് അബു അലി അൽ മിൻകരി എന്ന് പറയുന്ന വ്യക്തിയോടൊപ്പം. അബു അലി അൽ മിൻകരി. അപ്പോൾ അബ്ബാസി ഖലീഫ മഅ്മൂനും അബു അലി മിൻകരിനോട് പറയണം, നിനക്ക് 3 കുറവുകളുണ്ട്, 3 കുറവുകൾ. ഒന്ന്, നിനക്ക് പിന്നെ ഈ വർത്തമാനത്തിൽ എന്തുണ്ട്, ലഹനുണ്ട്, സംസാരിക്കുമ്പോൾ തെറ്റ് വരുന്നുണ്ട്. രണ്ടാമത്തേത്, നിനക്ക് പിന്നെ വായന അറിയില്ല, അല്ല കവിത അറിയില്ല പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, അമീറുൽ മുഅ്മിനീൻ, എനിക്ക് ലഹന് അത് ശരിയാണ്, എനിക്ക് എന്തുണ്ട് പിന്നെ സംസാരിക്കുമ്പോഴുള്ള തെറ്റ് വീഴ്ച ഉണ്ട്, പക്ഷെ എനിക്ക് കവിത അറിയില്ല, അതേപോലെ തന്നെ എഴുത്തറിയില്ല. അത് ഞാനൊരു കുറവായിട്ട് കാണുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്താണ്, വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗി ലഹു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കവിത അറിയുമായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് കവിത അറിയില്ലെങ്കിൽ അതെന്താണ്, എനിക്കൊരു കുറവല്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്തറിയുമായിരുന്നില്ല. അള്ളാഹു പറഞ്ഞില്ലേ, മാ കുൻത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക്, നിങ്ങൾ ഇതിനു മുമ്പ് ഒരു കിതാബ് വായിക്കുമായിരുന്നില്ല, നിങ്ങളുടെ വലത് കൈകൊണ്ട് എഴുതുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതുമായിരുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എഴുത്തറിയുമായിരുന്നില്ല, വായിക്കുമായിരുന്നില്ല. അപ്പോൾ ഞാനതൊരു കുറവായിട്ട് മനസ്സിലാക്കുന്നില്ല എന്ന് പറയാണ്. അപ്പം മഅ്മൂൻ പറയാണ്, നിനക്ക് 3 അയ്ബാണ് ഞാൻ കണ്ടിരുന്നത്, ഇപ്പോൾ 4ാമതൊരു അയ്ബും കൂടി കണ്ടെത്തി, അതെന്താണ് ജഹല്, എനിക്ക് വിവരമില്ല എന്നുള്ളത്. വിവരമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കവിത അറിയില്ല എന്നുള്ളത് റസൂലുള്ളാഹിക്ക് എന്താണ്, അത് മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതുമായിരുന്നില്ല എന്നുള്ളത് റസൂലുള്ളാഹിക്ക് മഹത്വമാണ്. കാരണം എന്താ, എഴുത്തറിയാത്ത, വായനയറിയാത്ത, കവിത അഭ്യസിച്ചിട്ടില്ലാത്ത ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് എന്ത് ചെയ്തത്, പിന്നെ നുബുവത്ത് ലഭിച്ച് ഈ മഹാത്ഭുത ഗ്രന്ഥം അവതരിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കവിതയെ തോൽപ്പിക്കുന്ന വിശുദ്ധ വചനങ്ങൾ ഓതുന്ന, അതേപോലെ തന്നെ പിന്നെ നിരക്ഷരനായി വളർന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് മുഴുവൻ ആലോകർക്കും മാർഗദർശിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് അറിയില്ല എന്നുള്ള റസൂലുള്ളാഹിക്ക് എന്താണ്, മഹത്വമാണ് വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ഇതെങ്ങനെ മഹത്വം വർദ്ധിപ്പിക്കണം, അതുകൊണ്ട് തന്നെ എനിക്ക് 4ാമതൊരു കുറവ് കൂടിയിട്ട് അതെന്താണ്, എൻ്റെ ജഹലാണ് എന്ന് പറഞ്ഞു എന്നാണ്. പക്ഷെ അവിടെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം കവിത അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കവിത പിന്നെ ചെയ്തില്ല എന്നുള്ളത് റസൂലുള്ളാഹിക്ക് എന്താണ്, അത് മഹത്വമാണ്. കാരണം അങ്ങനെ കവികളൊക്കെ നിറഞ്ഞാടുന്ന ഒരു നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊന്നുമില്ലാതെ അവർക്കിടയിൽ ഒരാൾ ജീവിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, 40ാമത്തെ വയസ്സിൽ അവരെയൊക്കെ തോൽപ്പിക്കും വിധമുള്ള വിശുദ്ധ വചനങ്ങളുടെ പാരായണം ചെയ്യുന്ന വ്യക്തിയും അതിനെ പഠിപ്പിക്കുന്ന ആളായി മാറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി. അതുകൊണ്ട് തന്നെ മുമ്പ് കവിത പറഞ്ഞിരുന്നുവെങ്കിൽ അതിൻ്റെ തുടർച്ചയാണ് ഇത് എന്ന് പറയാമായിരുന്നു, അല്ലേ? മുമ്പ് വലിയ സാഹിത്യ സൃഷ്ടികളൊക്കെ അവതരിപ്പിക്കുന്ന ആളായിരുന്നുവെങ്കിൽ അത് മുമ്പ് ഇതിലേറെ അങ്ങനെ ഇതൊക്കെ നിർവഹിക്കാറുണ്ടായിരുന്നു, അതിൻ്റെ തുടർച്ചയെന്ന് പറയാമായിരുന്നു. പക്ഷേ 40 വയസ്സ് വരെ അവർക്കിടയിൽ ഒരു നിരക്ഷരനായിട്ട് ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തൻ്റെ 40ാമത്തെ വയസ്സിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇതെന്താണ്, ദിവ്യപ്രോക്തമാണ്, ഇത് അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളത് എന്തായി സ്ഥിരീകരിക്കുകയായി എന്നുള്ളതാണ്. വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ. വിശുദ്ധ ഖുർആൻ പിന്നെ കവിതയല്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ കവിതയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കവിയുമല്ല, അതാണല്ലോ ഇവിടെ പറയുന്നത്. ഈ അറബി തഫ്സീറുകളിലുണ്ടല്ലോ വിശുദ്ധ ഖുർആനെ, ഇപ്പോൾ ഈ ലിബറൽ ചിന്താഗതിക്കാരും അതേപോലെ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളുണ്ട്, വിശുദ്ധ ഖുർആൻ്റെ ചില ആയത്തുകൾ എടുത്തിട്ട് ഇതിൽ ഇങ്ങനെ കവിത ഉണ്ട്. ഈ അറബി കവിതയിൽ ബുഹൂറുകൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, 15 ബഹർ അല്ലെങ്കിൽ 16 ബഹറുകളുണ്ട്. ബഹറുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ബഹർ എന്ന് പറഞ്ഞാൽ വൃത്തം. മലയാളത്തിലൊക്കെ നമുക്ക് വൃത്തൽ പഠിക്കുമല്ലോ നമ്മൾ. അതിൽ ഒന്നാമത്തേതാണ് തവീൽ. ഈ പിന്നെ ഇൽമുൽ അറൂദ് എന്ന് പറയും, ഛന്ദശാസ്ത്രത്തിൽ വൃത്തങ്ങൾ അറബിയിൽ 16ആണ്. അതിലൊന്നാണ് തവീൽ. അതിൽ ഈ വൃത്തം എങ്ങനെയാണ്, തവീലുൻ ലഹൂദൂനൽ ബുഹൂരി ഫദായിലു ഫഊലുൻ മഫാഇലു ഇങ്ങനെയാണ്. ഈ കവിതകൾ എന്ത് ചെയ്യും, ഇവർ ഈ ഓരോ കവിതയും നോക്കും, അതിൻ്റെ വൃത്തം ഫഊലുൻ മഫാഇലു
അതിന് ഒത്താണോ എന്ന് നോക്കും, വൃത്തത്തിന് ഒത്താണോ എന്ന് നോക്കും. അങ്ങനെയാണ് കവിത ഏത് വൃത്തത്തിനനുസരിച്ചാണെന്നുള്ളത് വിധിക്കുക. അപ്പോൾ ഈ വൃത്തങ്ങളെ കൊണ്ടുവന്നിട്ട് ചില ആയത്തുകളെ വെച്ചിട്ട് എന്തുണ്ട്, ചിലരിങ്ങനെ അളന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഇപ്പോൾ ഫമൻഷ അഫല്യൂമിൻ വമൻഷ അഫൽ യക്ഫുർ, ഫമൻഷ അഫല്യൂമിൻ വമൻഷ അഫൽ യക്ഫുർ എന്നുള്ളത് തവീൽ വൃത്തത്തിലാണ് എന്ന് ചിലർ കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ കവിത ഉണ്ട്. അതേപോലെ തന്നെ അങ്ങനെ വേറെ കുറേ ആയത്തുകൾ കൊണ്ടുവന്നിട്ട് അതൊക്കെ അതിലൊക്കെ കവിത ഉണ്ട്. ഏതോ ആയത്തിൻ്റെ കഷ്ണം മുറിച്ചു കൊണ്ടിട്ടാണ് അവിടെ ആയത്തിൽ എന്താ ഉള്ളത്, ഫമൻ ഷാ ഫല്യൂമി വമൻ ഷാ ഫൽ യക്ഫുർ എന്ന ആയത്ത്. അതെന്താ ആയത്ത്, എന്താ തുടക്കം, എന്താ, എവിടെയാണ് ഈ ആയത്ത്? ഫമൻ ഷാ ഫല്യൂമി വമൻ ഷാ ഫൽ യക്ഫുർ, സൂറത്ത് കഹ്ഫിൽ. ഇന്ന് നമ്മൾ ഓതിയല്ലേ. അതിന് തുടക്കം എങ്ങനെ, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ഷാ ഫല്യൂമിൻ വമൻ ഷാ ഫൽ യക്ഫുർ, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും. അതാണ് മുറിച്ച് മാറ്റിയിട്ട് ഇവർ എന്ത് ചെയ്തു, ഫമൻ ഷാ ഫല്യൂമിൻ വമൻ ഷാ ഫൽ യക്ഫുർ. അത് തവീൽ ബഹർ വൃത്തത്തിലാണ് എന്ന് പറഞ്ഞാൽ അത് മാത്രം ഒരു കഷ്ണം എടുത്തിട്ട് ആണ്ടോ വിശുദ്ധ ഖുർആൻ കവിതയല്ല എന്ന് പറയുന്നത്, ആ വിശുദ്ധ ഖുർആനിലെ കവിത എന്ന്. ഇതാണ് ഈ രീതിയിലാണ് ചില ഈ മോഡേൺ ചിന്താഗതിക്കാർ വിശുദ്ധ ഖുർആനെ നിരൂപിക്കാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തില്ല, അത് ഈ കവിതയുടെ വൃത്തത്തിനനുസരിച്ച് മുറിക്കാൻ കഴിയില്ല. പിന്നെ ഓരോ കഷ്ണങ്ങൾ എടുത്ത് മുറിക്കണം, അത് എല്ലാവരുടെ വർത്തമാനത്തിലും കഴിയും. ഇപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുമൊഴിയെക്കുറിച്ച് പറഞ്ഞില്ലേ, അനൻ നബിയുലാ കദീബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. അത് കവിതയുടെ വൃത്തനുസരിച്ച് മുറിക്കാൻ പറ്റും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കവിത ബോധപൂർവ്വം ഉണ്ടാക്കി പറഞ്ഞതല്ല അത്, പിന്നെ പറഞ്ഞു പോയതിനെ വരെ എന്ത് ചെയ്യാണ്, കവിതയുടെ വൃത്തത്തിലിട്ട് വാർത്തു നോക്കുകയാണ്. അതേപോലെ ചില ആയത്തുകളുടെ കഷ്ണം എടുത്തിട്ട് ഈ വൃത്തങ്ങൾക്കനുസരിച്ച് നോക്കിയിട്ട് ഇത് കവിതയാണ്, വിശുദ്ധ ഖുർആൻ ശരിയല്ല എന്ന് ചിലർ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതെന്താണ്, അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ജൽപ്പനം മാത്രമാണ്. വിശുദ്ധ ഖുർആൻ എന്തല്ല, ഷിയറല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരുമല്ല, ഷാഇറല്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ. ഇനി